നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം 1200 ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള ആയില്യം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ്. ചിങ്ങമാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങാനുള്ള അവസരം ഉണ്ടാകും. ഉദ്യോഗത്തിലൊക്കെ നല്ല മെച്ചം പ്രതീക്ഷിക്കാം. വിലപ്പെട്ട രേഖകളൊക്കെ കൈവശം വന്ന് ചേർന്നതായിട്ട് കാണുന്നുണ്ട്. 15, 16, 17, 23, 25, 27 തീയതികൾ വളരെ ഗുണകരമാണ്. കന്നിമാസത്തിലേക്ക് കിടക്കുമ്പോൾ കൃഷിക്കാർക്കൊക്കെ വളരെ നേട്ടമുള്ള ഒരു മാസമാണ്. കൃഷിയിൽ വൻ വർധനയാണ് ഉണ്ടാവുന്നത്. ധനകാര്യ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്ക് വളരെ മേന്മയുണ്ടാകുന്ന ഒരു സമയമാണ്. വാടക വീട് വിട്ട് സ്വന്തം വീട്ടിലേക്കൊക്കെ താമസം മാറുവാൻ ഇടവരുന്ന ഒരു സമയമാണ്. ദൂരയാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു സമയമാണ്. മാനസികമായിട്ടുണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്ന ഒരു മാസം കൂടിയാണ്. എന്നാൽ ചില സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. 1, 5, 6, 10, 12, 15, 19 തീയതികൾ വളരെ മെച്ചമുള്ളതാണ്. തുലാമാസത്തിലേക്ക് വരുമ്പോൾ വരുമാനത്തിന്റെ വരവ് വളരെ തൃപ്തികരമായിരിക്കും. കുടുംബസൗഖ്യം കൂടുന്നതാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അനുമോദനങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും സഹപ്രവർത്തകരിൽ ചിലർ ശത്രുതാ മനോഭാവം വെച്ചു പുലർത്തുന്നുണ്ട്. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് തുലാമാസത്തില്. തൊഴിൽശാലകളിലൊക്കെ പ്രൊമോഷനോടുകൂടിയുള്ള മാറ്റമുണ്ടാവുന്ന ഒരു സമയമാണ്. മാസത്തിന്റെ മധ്യത്തില് യാത്രകളൊക്കെ കൂടാൻ ഇടയുണ്ട്. 4, 6, 7, 11, 13, 27 തീയതികൾ വളരെ മെച്ചമാണ്. വൃശ്ചിക മാസത്തിലേക്ക് വരുമ്പോൾ പുതിയ കച്ചവടം തുടങ്ങാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സ് ചേരാനുള്ള അവസരമുണ്ടാകും. വിദ്യാർത്ഥികൾ വളരെ ഉന്നത നിലവാരത്തിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കൃഷിക്കാർക്ക് കൃഷിയാദായം പ്രതീക്ഷയിൽ കവിഞ്ഞതായിട്ട് ലഭിക്കുന്നതും കാണുന്നുണ്ട്. ഡോക്ടർമാര്, വക്കീലന്മാര് എന്നിവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത്. വിദേശത്തേക്ക് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ അതെല്ലാം സാധിക്കുന്ന ഒരു സമയമാണ്. ഇന്റർവ്യൂകളെല്ലാം പാസ്സാകുന്ന ഒരു സമയമാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ച്, സ്ത്രീജനങ്ങളെ സംബന്ധിച്ച് അവർ സ്വയം തൊഴിലിലേക്ക് ഇറങ്ങി പുറപ്പെടുന്ന ഒരു സമയമാണ്. ബിസിനസ് രംഗങ്ങളിലൊക്കെ ഇവർ ശോഭിക്കുന്ന ഒരു സമയമാണ്. 6, 7, 11, 13, 15, 21, 26, 27 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. ധനുമാസത്തിലേക്ക് കിടക്കുമ്പോൾ രോഗികളായിരുന്നവർക്കൊക്കെ രോഗശമനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദേശത്തുള്ള ജോലിക്കാർക്കൊക്കെ ജോലിക്കയറ്റം കിട്ടുന്ന ഒരു സമയമാണ്. കലാകായിക മത്സരങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ വലിയ പ്രശസ്തിയും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സമയമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ നല്ല സഹകരണം ഉണ്ടാകുന്ന ഒരു സമയമാണ്. പുതിയ വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങാൻ ഇടവരും. വീട് മാറി താമസിക്കാൻ, വേറെ വീട് വെച്ച് മാറാനുള്ള സമയമൊക്കെയാണിത്. വിവാഹം നടക്കാത്തവർക്ക് വിവാഹ തീരുമാനമൊക്കെ ആകുന്ന ഒരു സമയമാണ് ധനുമാസം. 6, 11, 15, 17, 18, 25 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. മകരമാസത്തിലേക്ക് കിടക്കുമ്പോൾ പ്രേമകാര്യങ്ങളൊക്കെ വിവാഹത്തിൽ കലാശിക്കുന്ന ഒരു സമയമാണ്. എന്നാലും കുടുംബത്തിലെ അംഗങ്ങളുമായിട്ടൊക്കെ ഭിന്നാഭിപ്രായം വന്നേക്കാം. അനാവശ്യ ചെലവുകളൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്ന ഒരു സമയമാണ് മകരമാസം. വാഹനങ്ങളിൽ നിന്നൊക്കെ ആദായം വരുന്നൊരു സമയമാണ്. മംഗളകർമ്മങ്ങളിലെല്ലാം പങ്കുകൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട്. സ്നേഹിതരിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. ഈ മാസാവസാനമാകുമ്പോഴേക്കും സാമ്പത്തികത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. 9, 14, 18, 19 തീയതികൾ വളരെ ശ്രേഷ്ഠമാണ്. ഈ തീയതികളെല്ലാം പറയുന്നത് മലയാള മാസത്തിനെ, കലണ്ടറിനെ അടിസ്ഥാനമാക്കിയുള്ള തീയതികളാണ്. ഇംഗ്ലീഷ് കലണ്ടറിനെ അടിസ്ഥാനമാക്കിയല്ല. കുംഭമാസത്തിലേക്ക് വരുമ്പോൾ ഉദ്യോഗത്തിലൊക്കെ എല്ലാവിധ പുരോഗതിയും ഉണ്ടാകുന്നുണ്ട്. ദാനധർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ധനം വിനിയോഗിക്കുന്ന ഒരു സമയമാണ്. ദൂരദേശത്തേക്കുള്ള പുണ്യക്ഷേത്ര ദർശനം നടത്തുവാനൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടും സാമൂഹികപരമായിട്ടും പ്രവർത്തിക്കുന്നവർക്കൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുന്ന ഒരു സമയമാണ്. സമൂഹത്തിലൊക്കെ മുഖ്യ സ്ഥാനം വഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ മാസത്തിന് അവസാനം ഉദര സംബന്ധമായിട്ടുള്ള രോഗം പിടിപെടുന്നതായിട്ട് കാണുന്നുണ്ട്. 6, 8, 10, 12, 14, 15, 17, 18, 21 തീയതികൾ വളരെ മെച്ചമുള്ള സമയമാണ്. മീനമാസത്തിലേക്ക് കിടക്കുമ്പോൾ ഉദ്യോഗം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കാനിടയുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗം ആഗ്രഹിച്ചിരിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കേണ്ട സമയമാണ്. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പരിശ്രമിക്കുകയും വേണം. സാമ്പത്തിക ഞെരുക്കമൊക്കെ അനുഭവിച്ചിരുന്നവരൊക്കെ അതൊക്കെ മാറി കിട്ടുന്ന ഒരു സമയമാണ്. ശാരീരിക സുഖം കൂടുന്ന ഒരു സമയമാണ്. സമീപവാസികളിൽ നിന്നൊക്കെ അനുകൂല നിലപാട് ഉണ്ടാവുന്നുണ്ട്. കളഞ്ഞുപോയ സാധനങ്ങളൊക്കെ തിരികെ വരുന്ന ഒരു സമയമാണ്. ഈ മാസത്തിന്റെ അവസാനം മനസ്സിനെ വേദനിപ്പിക്കുന്ന ചിലരുടെ വിയോഗങ്ങൾ മനസ്സിനെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. 2, 3, 5, 6, 10, 11, 12, 15, 17 തീയതികൾ വളരെ വളരെ ഗുണമുള്ള
സമയമാണ്. മേടമാസത്തിലേക്ക് വരുമ്പോൾ ജീവിതമാർഗത്തിനായിട്ടുള്ള പരിശ്രമങ്ങളെല്ലാം വിജയിക്കുന്നതാണ്. സാമ്പത്തിക നിലയൊക്കെ വളരെയധികം മെച്ചപ്പെടുന്നുണ്ട്. സ്ത്രീകളിൽ നിന്നുള്ള സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വിദ്യാർത്ഥികളൊക്കെ പഠിപ്പിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു സമയമാണ്. വിവാഹ നിശ്ചയമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. വിവാഹമാകാതിരിക്കുന്നവർക്ക് വിവാഹ നിശ്ചയമൊക്കെ നടക്കുന്ന സമയമാണ്. 12, 13, 15, 25, 27 തീയതികൾ വളരെ ഗുണമുള്ളതാണ്. ഇടവ മാസത്തിലേക്ക് വരുമ്പോൾ ഉദ്യോഗത്തിൽ പുരോഗതി ഉണ്ടാകുന്നുണ്ട്. ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കൊടുക്കൽ വാങ്ങലുകളൊക്കെ അനുകൂലമായിട്ട് ഭവിക്കുന്നുണ്ട്. വ്യവഹാരങ്ങളിൽ അനുകൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. കുടുംബജീവിതം സുഖകരമായിട്ട് ഭവിക്കുന്നുണ്ട്. അന്യദേശമായിട്ടുള്ള കയറ്റുമതിയൊക്കെ ഉള്ളവർക്ക് അതെല്ലാം വിജയമായിട്ട് ഭവിക്കുന്നുണ്ട്. അതിലൊക്കെ ആ വ്യാപാരത്തിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവുന്നുണ്ട്. 1, 2, 4, 5, 6, 13, 14, 18 തീയതികൾ വളരെ വളരെ ഗുണമുള്ള തീയതികളാണ്. മിഥുന മാസത്തിലേക്ക് കിടക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും സ്ഥലമാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സ്വന്തം കാര്യത്തിലൊക്കെ ശ്രദ്ധ കുറഞ്ഞ് ബിസിനസ്സിലേക്ക് ഒരുപാട് ശ്രദ്ധ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ശരീരത്തിന് വല്ലാതെ ദോഷം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശരീരം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. അന്യരുടെ കാര്യത്തിൽ മധ്യസ്ഥത നിന്ന് അതിൽ ഗുണമുണ്ടാക്കുന്ന ഒരു സമയമാണ് മിഥുനമാസം. മതപരമായിട്ടുള്ള ചടങ്ങുകൾക്ക് കൂടുതൽ സമയം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഈശ്വരാധീനം കുറയുന്ന ഒരു സമയമാണത്. മേലധികാരികളുടെയൊക്കെ വിമർശനത്തിന് പാത്രമാകാനുള്ള ഒരു സമയം ആണ്. 10, 11, 13, 20 തീയതികൾ വളരെ മെച്ചമാണ്. ഈ മിഥുനമാസം ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന കൈവടിയാതെ മുന്നോട്ട് പോവുക. കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ ശാരീരിക പ്രയാസങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാത്ര നടത്തുമ്പോൾ വളരെ കരുതലോടുകൂടി വേണം പോകാൻ. ധനപരമായ കാര്യങ്ങളിൽ ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത്. ഈ കർക്കിടക മാസത്തിൽ പണമൊക്കെ കടം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിച്ചും കണ്ടും അതിനുള്ള എഗ്രിമെന്റ് ഒക്കെ വെച്ച് മാത്രമേ കൊടുക്കാവുള്ളൂ. വരവിലും കൂടുതൽ ചെലവുണ്ടാവുന്ന ഒരു മാസമാണ്. രാഷ്ട്രീയക്കാർക്കൊന്നും അത്ര നല്ല സമയമല്ല കർക്കിടകം. തൊഴിൽ വാഗ്ദാനം നടത്തി തട്ടിപ്പിനൊക്കെ വിധേയനാകുന്ന ഒരു സമയമാണ്. 9, 10, 12, 20, 21, 24 തീയതികളൊക്കെ അല്പം മേന്മയുള്ള ദിവസമാണ്. ആയില്യം നക്ഷത്രത്തിന് മൂലം നക്ഷത്രം വേദമാണ്. ശനിയാഴ്ചയും വ്യാഴാഴ്ചയും ശാസ്താവിനെയും വിഷ്ണു ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അമ്പലങ്ങളിൽ പോകുന്നതും വളരെ നല്ലതായിരിക്കും. ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതായിരിക്കും. പൂജയോ കർമ്മങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. ക്ഷേത്രത്തിൽ പോകുക, പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. ശനിയും വ്യാഴവുമാണ് നിങ്ങളുടെ ദിവസങ്ങളായിട്ട് കാണുന്നത്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇത്രയുമാണ് ആയില്യം നക്ഷത്രക്കാരുടെ 1200 ആണ്ട് വർഷഫലം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.